ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതിയും ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറിയുടെ അളിയനുമാണ് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരര് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഈ രാജീവരരെ രക്ഷിച്ചെടുക്കാൻ ഇ.ഡിയെ ഇറക്കി ബി.ജെ.പി രംഗത്തെത്തിയതും നമ്മളെല്ലാം അറിഞ്ഞ സംഭവമാണ്. ഇ.ഡിയെ ഇറക്കി കളിക്കുന്നതിലൂടെ ബി.ജെ.പി 5 കാര്യങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. 1. സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെല്ലാരി ഗോവർദ്ധനും ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ സോണിയാഗാന്ധിയെ സന്ദർശിച്ച് ഉപഹാരം നൽകിയത് സ്വർണ്ണക്കൊള്ളയുമായി കണക്ട് ചെയ്ത് സോണിയയെ ചോദ്യം ചെയ്ത് സോണിയയ്ക്കും കോൺഗ്രസിനുമെതിരെ ദേശീയ തലത്തിൽ വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം. ആർക്കാണ് അത് ദോഷം ചെയ്യുന്നതെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, കോൺഗ്രസിന് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നൊരു വ്യാജ മൊഴി സംഘടിപ്പിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും കുടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. CPM-നെതിരെയുള്ള നീക്കം. മൂന്നാമത്തെ കാര്യം, തന്ത്രി കണ്ഠരര് രാജീവരര് ദേവപ്രശ്നങ്ങളുടെ ഭാഗമായി ദൈവജ്ഞർ നിർദ്ദേശിച്ച ദേവഹിതം നടപ്പാക്കാൻ ദേവസ്വം ബോർഡിനോട് അഭിപ്രായം പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ബാക്കി കാര്യങ്ങളിലൊന്നിലും തന്ത്രിക്ക് പങ്കില്ല എന്നും സ്ഥാപിച്ചെടുത്ത് തന്ത്രിയെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമം. SIT അറസ്റ്റ് ചെയ്ത പ്രതികളുടെയും ചോദ്യം ചെയ്ത വ്യക്തികളുടെയും എല്ലാ ഇടങ്ങളിലുമായി 21 സ്ഥലങ്ങളിൽ ED റെയ്ഡ് നടത്തിയിട്ടും തന്ത്രിയുടെ വീട്ടിലേക്ക് ED തിരിഞ്ഞു നോക്കിയത് പോലുമില്ല എന്നുള്ളത് കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നാലാമത്തെ കാര്യം, ED അന്വേഷണം തുടങ്ങിയതിനാൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സംസ്ഥാന പോലീസിൻ്റെ, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം നിർത്തിവെപ്പിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടെന്നാൽ SIT ഇനി തന്ത്രിക്കെതിരെ കൂടുതൽ അന്വേഷണം നടത്തി കൂടുതൽ തെളിവുകൾ കണ്ടെത്തരുത് എന്ന ഉദ്ദേശം. ഇനി അഞ്ചാമത്തെ കാര്യം, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ SIT അന്വേഷണം നടക്കുകയും കോടതി നടപടികൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ ആയതിനാലും അന്വേഷണം സംബന്ധിച്ച മാധ്യമ വാർത്തകൾക്ക് ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാലും ഊഹാപോഹങ്ങൾ വാർത്തയാക്കി പടച്ചുവിടാൻ കഴിയില്ല. EDയുടെ അന്വേഷണ പ്രഹസനങ്ങൾക്ക് കോടതി നിയന്ത്രണങ്ങളില്ലാത്തതിനാൽ EDയുടെ കണ്ടെത്തലുകൾ എന്ന പേരിൽ വ്യാജ വാർത്തകൾ വേണ്ടുവോളം ഇലക്ഷൻ പ്രചരണത്തിനായി BJPക്കും അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്കും സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ഇത്രയുമാണ് ഈ 5 കാര്യങ്ങൾ. എന്തായാലും കാട്ടുകള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കളത്തിലിറക്കി CPM-നിട്ട് ചെക്ക് വയ്ക്കാൻ കോൺഗ്രസ് പൊട്ടിച്ച വെടി ഇപ്പോൾ സോണിയാഗാന്ധിയുടെ മൂട്ടിലാണ് തറച്ചിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ EDക്കുണ്ടായ നാണക്കേട് ശബരിമല സ്വർണ്ണക്കേസിൽ ED തീർക്കും എന്നൊക്കെയാണ് പുറത്തുവരുന്ന സൂചനകൾ. കേരളത്തിലെ UDF MPമാർ തന്നെ പാർലമെന്റിന് മുന്നിൽ പോറ്റിയെ കേറ്റിയെ പാടി കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന് അതൊന്നും ഒരു പ്രശ്നമല്ല. ദുരിതം തീരാൻ ആരെങ്കിലും ബലി നൽകണമെന്നുള്ളത് പണ്ടത്തെ ഒരു പരിപാടിയാണെങ്കിലും അതിനും കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാണ്. കേരളത്തിൽ ഭരണം പിടിക്കാൻ ഇനിയിപ്പോൾ സോണിയാഗാന്ധിയെ തള്ളിപ്പറയേണ്ടി വന്നാൽ അതിനും കേരളത്തിലെ കോൺഗ്രസ്സുകാർ തയ്യാറാകും. അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല, ഒരു മോഷ്ടാവ് കക്കാൻ കയറുന്നത് പോലെയാണ് നിയമസഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ശബരിമല സ്വർണ്ണ മോഷണം അവതരിപ്പിക്കാൻ ഇന്ന് നടത്തിയ ശ്രമം. തുറന്നിട്ട മുൻവാതിലിലൂടെയോ അല്ലെങ്കിൽ പിൻവാതിലിലൂടെയോ കടക്കാതെ ഓട് പൊളിച്ചിറങ്ങുന്ന ദയനീയ അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. സഭയുടെ നടപടിക്രമം അനുസരിച്ച് ഏത് വിഷയത്തെക്കുറിച്ചും പ്രതിപക്ഷ അംഗങ്ങൾക്ക് അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ, സബ്മിഷൻ, ഇതിനൊക്കെ പുറമെ ഏത് അവസരത്തിലും ഇടപെടാൻ കഴിയുന്ന പോയിന്റ് ഓഫ് ഓർഡർ എന്നീ മാർഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ വഴി ഒന്നും സ്വീകരിക്കാതെ കയറി വന്ന് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഞങ്ങളിതാ സമരത്തിലാണെന്ന് പ്രഖ്യാപിക്കുകയാണ് സതീശനും കൂട്ടനും ചെയ്തിരിക്കുന്നത്. കേരള നിയമസഭാ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നാണം കെട്ട ഒരു സംഭവം ആദ്യമായിട്ടായിരുന്നു. എന്താണ് യാഥാർത്ഥ്യമെന്ന് നിയമകാര്യമന്ത്രി MP രാജേഷ് വിസ്തരിച്ച് സഭയിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ന്യൂജൻ ശൈലിയിൽ തന്നെ പൊളിച്ചടുക്കി വിട്ടിട്ടുണ്ട്. കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ്. അത് സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ്. ചിത്രം ഞങ്ങളും കാണിച്ചു തരാം. കോൺക്രീറ്റ് കൊണ്ടുള്ള കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയ മഹാന്മാരാണ് സ്ഥലമിരിക്കുന്നത്. കോൺക്രീറ്റ് കൊടിമരത്തിന് ചിതലരിച്ചെന്നും പറഞ്ഞ് ആ സ്വർണ്ണ പൂശിയ കൊടിമരം കട്ട അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരെ സംരക്ഷിക്കാനാണ് ഇപ്പിറങ്ങിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട്, ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട് ഈ സഭയിൽ നിന്ന് എന്നുള്ളതാണ് അനുഭവം. സാർ, ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രതിപക്ഷത്തിനുള്ള അവകാശമാണ് റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ളത്.
ആ അവകാശം ഉപയോഗിക്കാൻ ഭയപ്പെട്ട പ്രതിപക്ഷം പാർലമെന്റേതരമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് ഒരു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളൂ. അതിനുള്ള ധൈര്യം ഈ പ്രതിപക്ഷത്തിനില്ല. അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുമെന്ന ഭയമാണ്. ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് വെള്ളിലേക്ക് ഇറക്കിയിട്ടുള്ളത്, പ്ലക്കാർഡുമായിട്ട് ഈ നാടകത്തിന് ഇറക്കിയിട്ടുള്ളത്. ഇത് ഈ നാട് മുഴുവൻ കാണും. ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ റൂൾ 50 പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത്? ചർച്ച ഈ സന്ദർഭത്തിൽ നടത്തിയപ്പോഴെല്ലാം പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട്, ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട് ഈ സഭയിൽ നിന്ന് എന്നുള്ളതാണ് അനുഭവം. ഭീരുത്വത്തിന്റെ ലജ്ജയില്ലാത്ത പ്രദർശനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിണ്ണമിടുക്കാണ് പ്രതിപക്ഷം സഭയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സഭ നൽകുന്ന അവകാശത്തെ വിനിയോഗിക്കാൻ തയ്യാറാവാതെ അതിന് ധൈര്യമില്ലാത്ത ഈ പ്രതിപക്ഷത്തെ ജനങ്ങൾ വിലയിരുത്തും. സാർ, ഈ ചോദ്യം UDF കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം ഈ ചോദ്യം. അതാണ് ചോദിക്കേണ്ടത്. സാർ, ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ്? ഹൈക്കോടതി നിർദ്ദേശിച്ചു UDF ഭരണകാലം മുതലുള്ള സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ. അപ്പൊ കർത്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരെയും. കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ്. അത് സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ്. കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും നിങ്ങൾക്ക് ഒരിടത്തെ കാണാൻ പറ്റൂ. അത് സോണിയാഗാന്ധിയുടെ കൂടെയാണ് എന്ന വസ്തുത നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ചിത്രം ഞങ്ങളും കാണിച്ചു തരാം. നിങ്ങൾ ബാനറും ചിത്രവും നിങ്ങൾക്ക് മാത്രമല്ല കിട്ടൂ. നാളെ ഞങ്ങൾ കാണിച്ചു തരാം ചിത്രം ഏതെല്ലാം വരും എന്നുള്ളത്. നിങ്ങൾ നോക്കൂ സാർ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ കുറ്റപ്പെടുത്താൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയില്ലേ? SITയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോ അതിനുള്ള മറുപടി പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലേ? അപ്പോ ഹൈക്കോടതിയിൽ തോറ്റപ്പോ നിയമസഭയിൽ എന്നതാണ് ഇപ്പൊ കാണുന്നത്. ഹൈക്കോടതിക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് വേണം ഇതേ കാണാൻ. എന്തിനു വേണ്ടി? കോൺക്രീറ്റ് കൊണ്ടുള്ള കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയ മഹാന്മാരാണ് സർവ്വരിക്കുന്നത്. കോൺക്രീറ്റ് കൊടിമരത്തിന് ചിതലരിച്ചെന്നും പറഞ്ഞ് ആ സ്വർണ്ണ പൂശിയ കൊടിമരം കട്ട അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരെ സംരക്ഷിക്കാനാണ് ഇപ്പിറങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം ആളുകളൊന്ന് അറിയട്ടെ. നിങ്ങളിപ്പോ ഒരു പാരഡി പാട്ട് പാടി നടക്കുന്നുണ്ടല്ലോ. അവസാനം നിങ്ങളെല്ലാം ഇപ്പൊ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ പ്രതികൾ അവരകപ്പെടുന്ന ഒരു ദിവസം വരും. അന്നേക്ക് പാടാൻ ഞങ്ങളൊരു പാട്ട് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കിക്കൊള്ളണം.